ഇപ്പോൾ സാധാരണ പോക്കോയുടെ ഫോൺ എന്ന് പറയുമ്പം ആ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച പ്രോസസ്സറും അതുപോലെ തന്നെ ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ പോക്കോയുടെ ഫോണുകളിൽ വരാറുണ്ട്. അതുപോലെ തന്നെ ചില ഫോണുകളിൽ നല്ല ബാറ്ററി സെറ്റപ്പും വരാറുണ്ട്. അപ്പം ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ പോക്കോയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോയുടെ ഓരോരോ പ്രൈസ് സെഗ്മെൻറ്റിൽ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്, കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ഇപ്പോൾ ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 5900 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോയുടെ C71 എന്നുള്ള സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട്. അത് കൺസിഡർ ചെയ്യാം. അപ്പം ഇതിൽ 6.8 ഇഞ്ചിൻ്റെ HD+LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ യൂണി SoC T7250 എന്ന ബേസിക് ആയിട്ടുള്ള പ്രോസസ്സറാണ് വരുന്നത്. 32 മെഗാ പിക്സൽ ബാക്ക് ക്യാമറയും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5200 mAh ബാറ്ററിയും 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. 5900 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 7700 രൂപ പ്രൈസ് റേഞ്ച് മുതൽ തന്നെ നമുക്ക് പോക്കോയുടെ ഭാഗത്ത് നിന്ന് 5G ഫോണുകൾ കിട്ടുന്നുണ്ട്. ഇപ്പം 7700 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ C75 5G എന്ന ഫോൺ വരുന്നുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ സ്നാപ്ഡ്രാഗൺ 4S Gen 2 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 5G സപ്പോർട്ട് ഉണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ ജിയോയുടെ 5G മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. മറ്റ് ബ്രാൻഡുകളുടെ 5G ഇതിൽ സപ്പോർട്ട് ഇല്ല. അതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയ്ക്കാണ് ഇതിൽ വരുന്നത്. 5160 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 7700 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 9300 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ M7 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. എല്ലാ ബ്രാൻഡുകളുടെയും 5G ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ 50 മെഗാ പിക്സൽ ബാക്ക് ക്യാമറയും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് ഇതിലും വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ബഡ്ജറ്റ് 10000 രൂപ പ്രൈസ് റേഞ്ചിൽ എത്തിക്കാം എന്നുണ്ടെങ്കിൽ പോക്കോ M6 Plus 5G എന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ 700 രൂപയും കൂടി കൂട്ടിയിട്ട് പോക്കോ M6 Plus എടുക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. ഇനി ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം പോക്കോ M7 5G എടുത്താൽ മതി. എന്തായാലും 10000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പോക്കോ M6 Plus 5Gയിൽ നമുക്ക് 6.79 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അപ്പം ഇവിടുന്ന് മുതൽ ഫുൾ HD റെസൊല്യൂഷൻ വരുന്നുണ്ട്. LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ എക്സ്ട്രാ ആയിട്ട് പഞ്ചോൾ ഡിസൈനും വരുന്നുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെയിം ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 108+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 5030 mAh ബാറ്ററിയാണ് വരുന്നത്. ബെറ്റർ ആയിട്ടുള്ള 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. അപ്പം 10000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 12900 രൂപ പ്രൈസ് റേഞ്ച് മുതൽ പോക്കോ M7 Pro എന്ന സ്മാർട്ട് ഫോൺ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 7025 എന്നുള്ള പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5110 mAh ബാറ്ററി 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. 12900 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 15900 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ X7 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് കേർവ്ഡ് ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. 6.6 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനും വരുന്നുണ്ട്. പിന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 7300 Ultra എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. OSൻ്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. 5500 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 15900 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 19700 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ X6 Pro എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പം ഇതിലും 6.6 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 12-bit ഡിസ്പ്ലേ, ഡോൾബി വിഷൻ ഇതുപോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. MediaTek Dimensity 8300 Ultra എന്നുള്ള പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 64+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 19700 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണാണ് ഇത്. ഇതും കൺസിഡർ ചെയ്യാം.
ഇനി 22,900 രൂപ പ്രൈസ് റേഞ്ചിലോട്ടൊക്കെ നിങ്ങളുടെ ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ പോക്കോ X7 Pro എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്, പക്ഷേ അതിലും ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 8400 Ultra എന്നുള്ള പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. അതുമാത്രമല്ല കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള 6550 mAh ബാറ്ററിയും ബെറ്റർ ആയിട്ടുള്ള 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 50+8 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്, 20 മെഗാ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇപ്പം ഇതിൽ MediaTekൻ്റെ വളരെ മികച്ചൊരു പ്രോസസ്സറാണ് വരുന്നത്. പക്ഷേ ചില ആൾക്കാർക്ക് MediaTekൻ്റെ പ്രോസസ്സറിൽ വലിയ താല്പര്യം ഉണ്ടാവില്ല, അവർക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ തന്നെ പ്രോസസ്സർ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ F6 ഇതിന് പകരം കൺസിഡർ ചെയ്യാവുന്നതാണ്. സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. ഇപ്പം ഏകദേശം സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ ഇതിൽ സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. അപ്പോൾ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സർ വരുന്നുണ്ട്, രണ്ടും ഏകദേശം അടുത്ത് വരുന്ന പ്രോസസ്സറുകൾ തന്നെയാണ്. പക്ഷേ ഇതിൽ 5000 mAh ബാറ്ററി വരുന്നുള്ളൂ, 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഇതിലും വരുന്നുണ്ട്. അപ്പം 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 32,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ F7 വരുന്നുണ്ട്. ഇതിൽ 6.83 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡോൾബി വിഷൻ്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ സ്നാപ്ഡ്രാഗൺ 8s Gen 4 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. OSൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 20 മെഗാ സെൽഫി ക്യാമറ വരുന്നുണ്ട്. പിന്നെ 6500 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 32,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പം ഇതാണ് പോക്കോയുടെ ഏറ്റവും ടോപ്പിൽ വരുന്ന സ്മാർട്ട് ഫോൺ. അപ്പം ഇതൊക്കെയാണ് പോക്കോയുടെ ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില നല്ല ഫോണുകൾ ഓരോരോ പ്രൈസ് റേഞ്ചിൽ. ഇപ്പം ഇതിൽ ഞാൻ ഏതൊരു ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.